ഈ വീഡിയോ കിട്ടിയതിന് ശേഷം അതിൽ ഉണ്ണിമുകുന്ദൻ വിപിൻ കുമാർ എന്ന് പറയുന്ന പാവപ്പെട്ടവനെ അടിച്ചെന്നുണ്ടെങ്കിൽ ഞാൻ മലയാള സിനിമയിൽ അഭിനയം നിർത്താം. സീരിയസ്ലി ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ചെയ്യാം. എൻ്റെ മേപ്പടിയൻ എന്ന സിനിമ വന്നപ്പോൾ മാക്സിമം ആൾക്കാർ എഴുതിയത് ഇത് സംഘം ഫണ്ട് ചെയ്തൊരു സിനിമയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം ആ പടം എൻ്റെ വീട് പണയം വെച്ചിട്ടാണ് ഞാനത് ചെയ്തത്. ഇയാൾ അടിക്കുന്നതില്ല, ഞാൻ തൊട്ടിട്ടില്ല. നിങ്ങൾക്ക് ഏത് വീഡിയോ കിട്ടിയാലും അതിൽ ഈ അടി ഉണ്ടാവില്ല, ബിക്കോസ് അങ്ങനെ സംഭവിച്ചിട്ടില്ല. സെക്കൻഡ്, ടൊവിനോടെ മാറ്റർ ഇതിൽ ഡിസ്കഷനിലേ ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും നമസ്കാരം, ഇവിടെ വന്നതിൽ സന്തോഷം. ഞാൻ നേരെ മാറ്ററിലേക്ക് ഇറങ്ങാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് എൻ്റെ സൈഡിലുള്ള ഒരു വേർഷൻ നിങ്ങളെല്ലാവരും കേട്ടിരിക്കണമെന്ന് എനിക്ക് പേഴ്സണലി എനിക്കൊരു ആഗ്രഹമുണ്ട്. സോ നേരെ വിഷയത്തിലേക്ക് ഇറങ്ങാം. അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്ത എൻ്റെ സിനിമകളിലൊക്കെ PR വർക്ക് ചെയ്ത ഈ പറഞ്ഞ വ്യക്തി എനിക്കെതിരെ ഒരുപാട് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലും ന്യൂസ് ചാനലൊക്കെ വന്ന് സംസാരിച്ചു. അതിൽ എന്നെ ഏറ്റവും ഡിസ്റ്റർബ് ചെയ്തൊരു കാര്യമാണ് എൻ്റെ സഹപ്രവർത്തകൻ, എൻ്റെ കോ-ആക്ടർ, എൻ്റെ സുഹൃത്ത് എൻ്റെ പേര് വെച്ച് ഈ ഒരു വിഷുവിലേക്ക് നിങ്ങളുടെ എല്ലാവരും മീഡിയാസിൻ്റെയൊക്കെ ട്രാക്ഷൻ കൊണ്ടുവരാൻ വേണ്ടി മാത്രം എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് അവർ യൂസ് ചെയ്തു. പുതിയതായിട്ട് റിലീസ് ചെയ്ത ഒരു സിനിമയുടെ പുള്ളി എഴുതിയ ഒരു റിവ്യൂ എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ പുള്ളിനെ മർദ്ദിച്ചു. ഇതാണ് ഐ തിങ്ക് ഏറ്റവും കൂടുതൽ മീഡിയയിൽ വന്ന കാര്യം. ബ്രോ സൈലൻസ്. അപ്പോൾ മീഡിയയിൽ വന്ന കാര്യം ഇതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ അതിൻ്റെ ആക്ച്വൽ അവസ്ഥകൾ, ദാറ്റ് ഈസ് വാട്ട് ഈസ് ദ റീസൺ, ഞാൻ എന്തിനാണ് അയാളെ പോയി മീറ്റ് ചെയ്തത്, എന്താണ് സംസാരിച്ചത് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഏകദേശം 2 ആഴ്ചത്തോളം മുന്നേ എനിക്കൊരു അൺനോൺ നമ്പറിൽ നിന്നൊരു കോൾ വന്നിരുന്നു. ഈ കോളിൽ എനിക്ക് ഒരു ലേഡിയാണ് എന്നോട് സംസാരിച്ചത്. അൺനോൺ കോൾ ആയതുകൊണ്ട് ഇവർ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ ഫേസ് വാല്യൂയിൽ എടുത്തില്ല. പറഞ്ഞ കാര്യങ്ങൾ ഭയങ്കര ഗ്രീവൻസും ഭയങ്കര ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള കാര്യങ്ങളാണ് എന്നോട് പങ്കുവച്ചത്. എനിക്ക് പരിചയമുള്ള 3-4 പേരുടെ പേരുകൾ ഇവർ എടുത്ത് പറഞ്ഞു. ഇതിൽ ഒരു പേര് ഈ പറയുന്ന വിപിൻ്റെയും കൂടിയായിരുന്നു. ഒപ്പം എൻ്റെ വളരെ അടുത്ത സുഹൃത്തായ വേറൊരു സുഹൃത്തിൻ്റെ പേരും കൂടി പറഞ്ഞിരുന്നു. ഈ 2 പേരും ഞാൻ ഇമ്മീഡിയറ്റ്ലി കോൾ ചെയ്ത് സംസാരിച്ചു. ഇങ്ങനത്തെ ഒരു സംസാരം ഉണ്ടായിട്ടുണ്ട്. ഇറ്റ് ഈസ് ഭയങ്കര ക്രിമിനൽ സ്പേസിലുള്ള കാര്യങ്ങളാണ് സംസാരിച്ചത് എന്നോട്. ഈ കാര്യങ്ങളാണ് ഞാൻ ഈ അടുത്തായിട്ട് ഓണറബിൾ DGPക്കും ADGPക്കും വിത്ത് പ്രൂഫുകൾ ഞാൻ അയച്ചു കൊടുത്തേക്കണം. ഒരാൾ സൈലൻസ് ആയിരുന്നു ഈ കോളിൽ, രണ്ടാമത്തെ ആളെന്ന് വിപിൻ അതിനെ ഇങ്ങനെ അൺനോൺ നമ്പറിലൊക്കെ വിളിക്കുന്ന കോൾസ് നമ്മൾ എൻ്റർടൈൻ ചെയ്യരുത്, വിച്ച് ഇസ് ഫെയർ. ഞാനത് വിട്ട് കളഞ്ഞു. ഒരു 2 ദിവസത്തിൻ്റെ ഗ്യാപ്പിൽ എനിക്ക് പിന്നെയും ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായി. എന്നെ ഒരാൾ വിളിച്ച് ഒരുപാട് മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായ കാര്യങ്ങൾ എന്നോട് പങ്കുവച്ചു. അത് മലയാള സിനിമയുടെ വളരെ പ്രോമിനൻ്റ് ആയ ഒരു ഫീമെയിൽ സിനി ആർട്ടിസ്റ്റ് ആയിരുന്നു. അവരെന്നോട് ഇവർക്ക് ഉണ്ടായ മോശപ്പെട്ട അനുഭവങ്ങളും എന്നെക്കുറിച്ച് പറഞ്ഞ വളരെ എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഈ വ്യക്തിയുടെ, ദാറ്റ് ഈസ് വിപിൻ എന്ന് പറയുന്ന എൻ്റെ സോ കോൾ മാനേജർ ആയിരുന്നു എന്ന് അവകാശപ്പെടുന്ന വ്യക്തി പങ്കുവെച്ച കാര്യങ്ങളാണ് എന്നോട് പറഞ്ഞത്. എൻ്റെ സ്വഭാവം വെച്ച് ഞാൻ ജെനുവിൻലി ഫസ്റ്റ് ഫോൺ കോൾ ഇയാൾക്ക് തന്നെയാണ് വിളിക്കാറ്. ഞാൻ അങ്ങനെ ക്രോസ് ചെക്ക് ചെയ്യാനോ മറ്റും നിൽക്കാറില്ല. എന്നാൽ എൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരു ഡയറക്ടർ സുഹൃത്തിനോട് ഞാൻ ഈ കാര്യം പങ്കുവെച്ചു. ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. ഈ ഡയറക്ടർ ഈ പറയുന്ന സുഹൃത്തിനെ വിളിക്കുന്നു. ഇവർ തമ്മിൽ സംസാരം ഉണ്ടായി. അയാൾ മാപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഡയറക്ടർ സുഹൃത്ത് തിരിച്ചു വിളിച്ചു. ഉണ്ണി നേരിട്ട് പോയി സംസാരിക്കണം, ഈ ഇഷ്യൂ ഇവിടെ തന്നെ സോൾവ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ പറഞ്ഞ ഇഷ്യൂ ഉണ്ടായ സ്ഥലത്തേക്ക് ഞാൻ പോകുന്നത്. ദാറ്റ് ഈസ് വിപിൻ കുമാർ എന്ന വ്യക്തി ഇയാളോട് മാപ്പ് പറഞ്ഞു. ഈസ് സോറി ഫോർ വാട്ട് ഹാസ് ഹാപ്പൻഡ് എന്ന് മാപ്പ് പറഞ്ഞതുകൊണ്ട് അത് എന്നോട് നേരിട്ട് പറഞ്ഞാൽ നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നി. ബിക്കോസ് ഞാൻ അയാളെ ഒരിക്കലും അയാൾ അവകാശപ്പെടുന്ന പോലെ ഒരു ഡെസിഗ്നേറ്റഡ് ലെവലിൽ നിന്നേക്കാട്ട് അപ്പുറത്താണ് ഞാൻ കണ്ടത്. ഞാൻ പുള്ളിൻ്റെ ഒരു സുഹൃത്തായാണ് കണ്ടിരുന്നത്. ബിക്കോസ് ഞാൻ കുറച്ചും കൂടി ഡീവേറ്റ് ചെയ്ത് വരാം. 2018 ആദ്യമായിട്ട് ഉണ്ണിമുകുന്ദൻ ഫിലിംസ് എന്ന സിനിമയുടെ പ്രൊഡക്ഷൻ കമ്പനിയുടെ ഒരു തോട്ട് വന്നത് ഫോർ ദ മൂവി മേപ്പടിയാൻ. ഇനി മേപ്പടിയാൻ്റെ സംഭവം എന്ന് വെച്ചാൽ 2018 തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഈ സിനിമ അവസാനിച്ച് വന്നപ്പോഴേക്കും 2021 ആയി. വിച്ച് ഇസ് വൈ ഓൾമോസ്റ്റ് 3 ഇയേഴ്സോളം ഞങ്ങൾ ഒരു ടീം, ഇതിൻ്റെ ഒരു HOD എന്ന് പറയുന്ന ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ നിൽക്കുന്ന ടീം വളരെ ഒരു ടെക്നിക്കൽ ക്രൂവിനപ്പുറത്ത് ഒരു സുഹൃത്ത് ബന്ധത്തിലേക്ക് അത് പോയി. സിനിമകളിൽ മാനേജർ പരിപാടി എന്താണെന്ന് ഞാൻ അതും കൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. ബിക്കോസ് അതിനെക്കുറിച്ചും ഒരു ചർച്ചകളുണ്ട്. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഹു ആർ പ്രൊഡ്യൂസേഴ്സ്, പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ്, നിങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് എൻ്റെ ഡയറക്റ്റ് ആക്സസ് ഉണ്ട്. അപ്പോൾ ഒരു സിനിമ എന്നിലേക്ക് എത്തണമെങ്കിൽ ആർക്കും എപ്പോൾ വേണമെങ്കിൽ വിളിക്കാം. ആ കൂട്ടത്തിൽ പെടുന്ന ഒരാളെന്ന നിലയിൽ എൻ്റെ ആദ്യത്തെ സിനിമയിൽ, പ്രൊഡക്ഷൻ കമ്പനിയുടെ ആദ്യത്തെ സിനിമയിൽ 3 വർഷത്തോളം എൻ്റെ ചുറ്റും നിന്നപ്പോൾ എന്നിലേക്ക് പെട്ടെന്ന് ആക്സസ് കിട്ടാനുള്ള സാധ്യത ഇയാളിലൂടെ
ഉണ്ടായിരുന്നു എന്ന് സത്യമാണ്. എന്നാൽ അയാളെ ഞാൻ അവൻ്റെ ഓൾറെഡി എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഞങ്ങൾ തമ്മിൽ ഒരു അന്തർധാര അല്ലെങ്കിൽ ഒരു ധാരണ ഓൺ പേപ്പർ ഉണ്ടായിട്ടില്ല. ബിക്കോസ് ലെറ്റ്സ് സിനിമയിൽ വളരെ പ്രോമിനൻ്റ് ആയ ഒരു പ്രൊഡ്യൂസറും പ്രൊഡക്ഷൻ മാനേജറും എക്സിക്യൂട്ടീവ് കൺട്രോളായി നിൽക്കുന്ന ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വളരെ പ്രിയപ്പെട്ട ബാദുഷ ചേട്ടനുണ്ട്. പുള്ളി നമുക്ക് കുറേ പ്രൊജക്റ്റുകൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ എനിക്ക് ഒരിക്കലും പുള്ളിനെ എൻ്റെ മാനേജറായിട്ട് കൂട്ടാൻ പറ്റില്ല. പുള്ളി ആ ഇതില്ല. ഞാനതിനെ എക്സാംപ്ലിഫൈ ചെയ്യണം. വാട്ട് ഇസ് എ സിറ്റുവേഷൻ. അല്ലാതെ എന്നെ ചലഞ്ച് ചെയ്യാൻ പറയില്ല. ഞാൻ അതിൻ്റെ ഒരു മലയാള സിനിമയിൽ ഇത് നടക്കുന്ന അതിൻ്റെ പ്രോട്ടോകോൾ. എനിവേസ് ഞാൻ ഈ പറഞ്ഞ ദിവസം ഇയാളെ കാണാൻ പോകുമ്പോൾ വളരെ യാദർശികമായിട്ട് അവിടെ വേറൊരു ഞങ്ങളുടെ കോമൺ ഫ്രണ്ടായ സുഹൃത്ത് അവിടെ ഉണ്ടായി. ഇയാളുമായിട്ട് നിങ്ങൾ ഇന്നലെ ഒരു വീഡിയോ സർക്കുലേറ്റ് ചെയ്ത് കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അതിൽ വളരെ മാന്യമായിട്ടാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിൽ വേറെ നിങ്ങളെല്ലാവരും അല്ലെങ്കിൽ ഒരുപാട് മീഡിയാസ് അല്ലെങ്കിൽ കുറേ പേര് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന അടി ഉണ്ടായിട്ടില്ല. ഇതൊരു അടി കേസായിട്ട് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ബിക്കോസ് അടി ഉണ്ടായിട്ടില്ല. ഞാൻ ആവർത്തിച്ചുകൊണ്ട് പറയാണ്, ആസ് എ വ്യക്തി എന്ന നിലയിൽ ഞാൻ ഇതുവരെ എന്നെ എൻ്റെ 22-ാം വയസ്സിലും 21-ാം വയസ്സിലും കണ്ട ആൾക്കാർ ഇവിടെ ഈ കൂട്ടത്തിലുണ്ട്. ചേട്ടാ, നമ്മൾ ആദ്യം പരിചയപ്പെടുമ്പോൾ എനിക്ക് 21 വയസ്സാണ്. ഇന്നിപ്പോൾ എനിക്ക് 38 ആവും. അപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് ഞാൻ നുണ പറയാറില്ല. മാത്രമല്ല, എനിക്ക് ചെയ്ത കാര്യങ്ങൾ സമ്മതിക്കാനും മടിയില്ല. അന്ന് ഉണ്ടായ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇയാൾ വരുന്നു, ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം, ഇയാൾ വരുന്നു. പുള്ളി ചെയ്ത കാര്യങ്ങൾ നമുക്ക് പൊറുക്കാൻ പറ്റാത്ത കാര്യങ്ങളായതുകൊണ്ട് ഒരു സുഹൃത്ത് എന്ന നിലയിൽ എനിക്ക് അറിയണമെന്നുണ്ടായിരുന്നു എന്ത് അവസ്ഥയിലാണ് ഇയാൾ ഇത്രയും മോശപ്പെട്ട കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് സംസാരിക്കുന്നത്. എൻ്റെ സുഹൃത്തായ മറ്റു ഡയറക്ടർ പറഞ്ഞു ഇയാൾ ഓൾറെഡി അപ്പോളജറ്റിക് ആണെന്ന്. ഒരു ഹീറ്റഡ് ആർഗ്യുമെൻ്റിൻ്റെ ഭാഗമായിട്ട് ഇയാളോട് കൂളിംഗ് ക്ലാസ് എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ നിങ്ങളോട് മുന്നിൽ കൂളിംഗ് ക്ലാസ് ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ യു വിൽ ഫീൽ ഇൻസൾട്ടഡ്. ബിക്കോസ് ഞാനൊരു സീരിയസ് കാര്യം സംസാരിക്കാൻ വരികയാണ്. നിങ്ങൾ ആ സൈക്കോളജിക്കൽ സാധനം മനസ്സിലാക്കുന്നെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിവേസ് ഒരു ഹീറ്റഡ് ആർഗ്യുമെൻറ്റ് ഞാൻ ഈ കൂളിംഗ് ക്ലാസ് വലിച്ചെറിഞ്ഞു. സത്യമാണ്. പുള്ളി പേടിച്ചിട്ട് കുറച്ച് നേരത്തിന് വെച്ചാൽ കരഞ്ഞിട്ട് പുള്ളി മാപ്പ് പറഞ്ഞ് പോയി. ആ കൂട്ടത്തിൽ അവിടെ ഉണ്ടായ ഞങ്ങളുടെ വളരെ കോമൺ ആയ ഒരാൾ, പുള്ളിക്ക് ഈ വിഷയം എന്താണെന്ന് പോലും അറിയാത്ത ഒരാളാണ്. അത് പോലീസിൻ്റെ അടുത്ത് മൊഴി പറഞ്ഞിട്ടുണ്ട്. പുള്ളി പറഞ്ഞ മൊഴിയിൽ ഞാൻ മനസ്സിലാക്കുന്നത് സത്യസന്ധമായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. ഒരു കുറ്റം ഇയാളുടെ ഭാഗത്ത് നിന്നായിട്ടുണ്ട്. അത് പുള്ളി സമ്മതിച്ചു. അത് ഉണ്ണിയോട് ഞാൻ ആകെ ചോദിച്ചത് ഒരു റിട്ടേൺ അപ്പോളജിയാണ്. എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഉണ്ടായ പ്രോബ്ലംസ് എല്ലാം എനിക്ക് ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രോബ്ലംസാണ്. അപ്പോൾ എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കി തരണം എന്ന് മാത്രമാണ് പറഞ്ഞത്. മാത്രമല്ല, ഇനി അങ്ങോട്ട് നമുക്ക് മുന്നോട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഒരു ടെക്നീഷ്യൻ ലെവലിൽ മാത്രമല്ല, ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പുള്ളിയോടൊപ്പം വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇതൊരു പബ്ലിക് ഡൊമൈനിൽ പോയിട്ട് പുള്ളിനെ ഡിഫെയിം ചെയ്യാനോ മറ്റു കാര്യം ചെയ്യാനോ നമ്മൾ നിൽക്കണ്ടായിരുന്നു. ബിക്കോസ് ഞങ്ങളെല്ലാവരും സുഹൃത്തുക്കളാണ് ആയിരുന്നു എന്ന് പറയാം. ഒരു വൈകുന്നേരം ആയപ്പോഴേക്കും ഇതിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് പേര്, എന്നെ വ്യക്തിപരമായിട്ട് അറിയുന്ന ഒരുപാട് പേര് ഈ ഇഷ്യൂ മറിച്ചിട്ട് വേറെ കൂടി കാര്യം പറയാം. ഓൾറെഡി ഒരു ഫീമെയിൽ സിനി ആർട്ടിസ്റ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഓൾറെഡി എനിക്ക് തോന്നുന്നു ഒരു 2-3 മാസം മുന്നേ തന്നെ വളരെ പോപ്പുലറായ വേറെ ഫീമെയിൽ സിനി ആർട്ടിസ്റ്റ് ഫെഫ്കേലോ എവിടെയോ ഒരു കംപ്ലൈൻറ്റ് ഇയാൾക്കെതിരെ എതിരെ ഉണ്ട്. ഇതൊരു റിപ്പീറ്റഡ് ഒഫൻസാണ്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വന്നത് ഫേസ് വാല്യൂവിൽ ഒരാൾ പറഞ്ഞ കാര്യങ്ങൾ, ദാറ്റ് ഈസ് എൻ്റെ അടുത്ത സുഹൃത്തായ ടോയിനോടെ പേര് പറഞ്ഞിട്ട് ഞാൻ ഇയാളുടെ സിനിമയെ മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചു അടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി ഒറിജിനൽ ഇഷ്യൂന്ന് ട്രാക്ഷൻ മാറ്റാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയൊരു കഥയാണ്. എൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ആക്ച്വൽ ഇഷ്യൂ ആരും ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഞാൻ എന്തിനാണ് ഇയാളോട് സംസാരിക്കാൻ പോയത്, എന്താണ് എനിക്ക് ഇഷ്യൂ ഉണ്ടായത്. എനിക്ക് തോന്നുന്നു ഞാൻ ഒരാളുമായിട്ട് വഴക്കുണ്ടാക്കുന്നതിൽ ഒരു ന്യൂസ് വാല്യൂ ഇല്ലാത്തതുകൊണ്ട് ഡെഫിനറ്റ്ലി ഒരു 2 താരങ്ങൾ തമ്മിൽ ഫൈറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി രസകരമായിരിക്കും. ഞാൻ മനസ്സിലാക്കിയത് ഇയാൾക്ക് ഏതെങ്കിലും രീതിയിൽ നമുക്ക് ലീഗലി ഫൈറ്റ് ചെയ്യണമെന്ന്, അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് എൻ്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ചും എൻ്റെ മാനസികാവസ്ഥയെക്കുറിച്ചും എൻ്റെ സിനിമാ ജീവിതത്തെക്കുറിച്ചും ഞാൻ എന്ന വ്യക്തിയെക്കുറിച്ചും ഇങ്ങനെ നോൺ സ്റ്റോപ്പ് ഡിഫെയിം ചെയ്യാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതുവരെ ഒരു ഇഷ്യൂ എന്താണെന്ന് പുള്ളി അഡ്രസ്സ് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നത് കംപ്ലീറ്റ്ലി ഫാബ്രിക്കേറ്റഡ് ആണ്. പറഞ്ഞ ഓരോ കാര്യങ്ങളും ഞാൻ നിഷേധിക്കുന്നു. എന്നെ സംബന്ധിച്ച് നടന്ന കാര്യങ്ങൾ ഇതാണ്. ഇതൊരു വളരെ മോശപ്പെട്ട കാര്യം പുള്ളിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതുകൊണ്ട് അത് വിത്ത് പ്രൂഫ് പിടിക്കപ്പെട്ടു. ഇനി ഞാൻ ഈ പറയുന്ന ആൾക്കാർ ആരാണ്, ചുമ്മാ നിങ്ങളുടെ മുന്നിൽ ഒരു മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ ടോപ്പ് എന്താ പറയുക ഏറ്റവും പ്രോമിനൻ്റ് ആയ ഹീറോയിൻസിൻ്റെ പേര് വെച്ചിട്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോകുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് അമ്മ അസോസിയേഷനിലേക്കും ഫെഫ്കയിലേക്കും ഫോൺ വിളിച്ച് ചോദിക്കാം ഇങ്ങനത്തെ പരിപാടി ഉണ്ടായിട്ടുണ്ടോ എന്ന്. ഞാൻ ഇപ്പോഴും പറയാണ്, യു ക്യാൻ ക്രോസ് ചെക്ക് റൈറ്റ് നൗ. ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളുടെ വളരെ സാർ, നിങ്ങൾ ഒരു പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഒരു ഫോൺ കോളൊക്കെ ഹൈദർ സാർ നിങ്ങളൊരു പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു, ഒരു പോലീസ് ഓഫീസറിൻ്റെ വോയിസൊക്കെ പുറത്തു വിട്ടു. അങ്ങനെ പുറത്തു വിടാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇന്ന്
എനിക്ക് ബെയിൽ പോലും എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ഈ കേസിൽ. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ വീഡിയോയിൽ എല്ലാവരും പലതും കണ്ടു കാണും. ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു വിഷയം പോലും അറിയാതെ ഇങ്ങനെ അതൊരു പോലീസ് ഓഫീസർ ആയിരുന്നു എന്ന് പോലും എനിക്ക് സംശയമുണ്ട് ഇപ്പോൾ. ബിക്കോസ് അങ്ങനെ ഒരു പോലീസ് ഓഫീസർ ആണെങ്കിൽ ഇല്ലാത്ത കാര്യം എവിടുന്ന് കണ്ടു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ബിക്കോസ് എൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഈ കൂളിംഗ് ഗ്ലാസ് വലിച്ചെറിയുന്ന കഥ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ചെയ്ത കാര്യം സമ്മതിക്കാൻ എനിക്കൊരു മടിയില്ല. ഒരു ബേസിക് റീസർച്ച് എന്നൊരു സാധനം ഉണ്ടല്ലോ. ദാറ്റ് ഈസ് നിങ്ങൾ ഒരു വ്യക്തിനെ ഇങ്ങനെ പബ്ലിക്കലി കില്ല് ചെയ്യുന്ന രീതിയിൽ എനിക്ക് മനസ്സിലായില്ല. ബിക്കോസ് എനിക്ക് നിങ്ങളിൽ നിന്ന് ചെറിയ പ്രതീക്ഷകളുണ്ടായിരുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ പുള്ളി ഫെഫ്കെയിൽ മെമ്പർ പോലും അല്ല. ഒരു ബേസിക് റീസർച്ചിൻ്റെ ഭാഗമായിട്ട് എല്ലാ ഇൻ്റർവ്യൂസിലും ഫെഫ്കെയിൽ മെമ്പറാണെന്ന് പറയുന്ന ബ്ലേറ്റൻ്റ്ലി നുണ പറയുന്ന ഒരാളുടെ വാക്കുകൾ കേട്ടിട്ട് നിങ്ങൾ എനിക്കറിയില്ല. എനിക്ക് നടനെ വിളിക്കേണ്ടി വന്നു. ഞാൻ എൻ്റെ ലൈഫിൽ എക്സ്പ്ലനേഷൻ കൊടുക്കാത്ത ആളാണ്. ഞാനിപ്പോൾ വന്നത് എന്താണെന്ന് വെച്ചാൽ ഈ 2 ദിവസത്തിൽ ഈ പറയുന്ന ആൾക്കാർ എല്ലാവരും വന്നിട്ട് ഇതിൻ്റെ സത്യാവസ്ഥകൾ പറയും, എന്നെ ഇതിൽ നിന്ന് പുറത്താക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു. ബിക്കോസ് ഇവരെല്ലാവരും എൻ്റെ ഒരു പോയിന്റിൽ വളരെയധികം അടുത്തുള്ള ഫ്രണ്ട്സായിരുന്നു. ഇതാരും ചെയ്യാത്തതുകൊണ്ടും ഇതിൽ കേസ് എന്താണെന്നും ബിക്കോസ് നിങ്ങളെല്ലാവരും എടുക്കുന്ന ന്യൂസ് തന്നെയാണ് ഞാനും കേട്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഒറ്റ കോൺഫിഡൻസ് എന്ന് വെച്ചാൽ ഞാൻ ഇയാളെ തൊട്ടിട്ടില്ല. സംസാരം ഉണ്ടായിട്ടുണ്ട്. സംസാരം വളരെ ഇമോഷണലായിരുന്നു. ഞാൻ വളരെ വിഷമത്തിലായിരുന്നു. അവിടെ നിൽക്കുന്ന ആൾ പോലീസിൻ്റെ അടുത്ത് മൊഴിയും കൊടുത്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ഒരാളെ ജസ്റ്റ് മേ ബി നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നൊരു ആളായതുകൊണ്ടും PR ചെയ്യുന്ന ഒരു ആൾ, നിങ്ങളെല്ലാവരും PR ഏജൻസീസും റിപ്പോർട്ടിങ്ങും എല്ലാം ചെയ്യുന്ന ഒരാളായതുകൊണ്ടാണോ ഇങ്ങനെ ഞാൻ ഉണ്ണിമുകുന്ദൻ ഇങ്ങനൊരു വ്യക്തിയാണ്. ഞാൻ ഉണ്ണിമുകുന്ദനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പുള്ളി ചൂണ്ടിക്കാണിച്ച ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ സ്വഭാവത്തിൻ്റെ പ്രശ്നം എന്താണ്? എൻ്റെ സ്വഭാവത്തിൻ്റെ പ്രശ്നം ഞാൻ ആരോട് എന്ത് ചെയ്തു എന്നാണ് ഈ പറയുന്നത്. എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടായ എല്ലാവർക്കും, സാധാരണ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എനിക്ക് വേറെ രീതിയിൽ വന്നു. ഞാനത് ഫേസ് ചെയ്തു. ഞാൻ കേരളത്തിൽ നിന്ന് തന്നെ നിങ്ങൾ പറയുന്ന സമയത്ത് ഞാൻ കോടതിയിലും പോയിട്ടുണ്ട്, മീഡിയയുടെ മുന്നിൽ വന്നിട്ടുണ്ട്, ഓരോ ചോദ്യത്തിന് ഉത്തരം നിന്നിട്ടുണ്ട്. ഞാൻ എവിടെയാണ് ഓടിപ്പോയത്? എന്താണ് എൻ്റെ ലൈഫിലുണ്ടായ പ്രശ്നങ്ങൾ? വേറെ ഐ ഡോണ്ട് നോ റിയലി. ഞാൻ ടു ബി ഓണസ്റ്റ് ഇത് കേസായിട്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ട് ഞാൻ പൂർണ്ണമായിട്ട് പിന്തുണ ഈ കേസിനും ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഞാൻ കൊടുക്കും. അതുപോലെ തന്നെ അമ്മ അസോസിയേഷനും ഫെഫ്കയുടെ സൈഡിൽ നിന്ന് ഉണ്ടാകുന്ന മീറ്റിങ്ങിൽ ഞാൻ പങ്കെടുക്കും. എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. വളരെ റോങ് കാര്യങ്ങളായിരുന്നു. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു സംഭവം നടക്കുക. ഞാനിങ്ങനെ പണ്ട് കേട്ടിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ നടന്മാരെ തമ്മിൽ തല്ലിപ്പിച്ച് അത് ഒരു ഫാബ്രിക്കേറ്റഡ് വാർത്തയാണെന്ന് അറിഞ്ഞിട്ടും. ഇനി എൻ്റെ ഇതിൽ ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം എന്ന് വെച്ചാൽ ഇതിൽ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഇത് ടൊവിനോ മാറ്റർ വളരെയധികം ഫേക്ക് ആണെന്ന് അറിയാം. എല്ലാവർക്കും അറിയാം. ഇതിൽ ഇൻവോൾവ് ആയ എല്ലാവർക്കും അറിയാം. ആരും അത് സമ്മതിക്കുന്നില്ല. ബിക്കോസ് അത് എന്നോടുള്ള വൈരാഗ്യം ഇയാളുടെ മാറ്ററിൽ അത് ഉപയോഗിച്ചവർ. എനിക്ക് അതിൻ്റെ റീസൺസ് കേട്ടിട്ട് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോലുള്ള മാറ്റർ പോലും അല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ആ ഡിഗ്നിറ്റി മെയിൻറ്റെയിൻ ചെയ്യും ആസ് എൻ ഇൻഡിവിജ്വൽ. ബിക്കോസ് ഒരു സിനിമാ നടൻ എന്നതിൽ ഞാൻ എൻ്റെ വ്യക്തി ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അന്വേഷിക്കാൻ എൻ്റെ അച്ഛനമ്മ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ട്. അവരില്ലാത്ത സമയത്ത് നമുക്ക് ആലോചിക്കാം. അല്ലെങ്കിൽ അല്ലാത്ത കാര്യങ്ങളിൽ പിന്നെ ഉണ്ണി പറഞ്ഞിട്ട് അത് ചെയ്തു എന്ന് പറയുന്നത് വളരെ റോങ് ആയ കാര്യങ്ങളാണ്. എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇയാൾക്ക് ഒരു ബോധവും ഇല്ല, ഒരു ഐഡിയ ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ പറയുന്നു അയാളൊരു മാനേജർ കപ്പാസിറ്റിയിൽ നിൽക്കുന്ന ഒരാളല്ലാത്തതുകൊണ്ടാണ്. ഞാൻ വർഷത്തിൽ 5 പടം ചെയ്യുന്ന ആളല്ല. എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ സിനിമകൾ ചെയ്യാനുള്ള സ്പേസ് ആയതുകൊണ്ട് ഞാൻ എൻ്റെ സമയം എടുത്തിട്ട് ഞാൻ ഇതൊക്കെ സമയം അനുസരിച്ച് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കും. ഒരു സിനിമയ്ക്ക് അതിൻ്റെതായ സമയമുണ്ട്, റിലീസിന് സമയമുണ്ട്. ഞാൻ ചെയ്യാൻ പോകുന്ന സിനിമകൾ എന്താണെന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ച്ചില്ലെങ്കിൽ ഞാൻ ആരുമായിട്ട് പങ്കുവയ്ക്കുന്നതാണ് ഞാൻ ചിന്തിക്കുന്നത്. സോ ഐ റിയലി ഫീൽ ദാറ്റ് എനിക്ക് ഞാൻ പറയേണ്ട എല്ലാ കാര്യങ്ങളും കവർ ചെയ്തു എന്ന് തോന്നുന്നു. പിന്നെ വധഭീഷണി തൊട്ട് പെണ്ണ് കേസ് തൊട്ട് അതേപോലെ തന്നെ ഈ തമ്മിൽ ഇങ്ങനത്തെ കുറേ ഇഷ്യൂസാണ് ആ ഫോൺ കോളിൽ എനിക്ക് വന്നത്. ഈ കാര്യങ്ങൾ അത്രയും സീരിയസ് ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പോലെ DGPക്കും ADGPക്കും അയച്ചു കൊടുത്തത്. നാളെ മറ്റന്നാൾ ഏതെങ്കിലും പെണ്ണ് കേസ് വന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ വന്നിരിക്കും. ബട്ട് നാം എനിക്ക് പേടിയുണ്ട്. സാധാരണ ഉണ്ടെങ്കിൽ അങ്ങനെ പറയാറില്ല. പക്ഷേ എന്നെ കുത്തിക്കൊല്ലുന്നു, എന്നെ വധഭീഷണി നടത്തുന്നു, പിന്നെ ഈ ആൾക്കാർ തമ്മിൽ ഡിഫേമേഷൻ എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരാളുടെ ഇമേജ് ടാർണിഷ് ചെയ്തിട്ട് എന്നിട്ട് നാഷണൽ ലെവലിൽ വരെ ഇങ്ങനെ കൊണ്ടുപോവുക. ഇയാൾ ഇങ്ങനെ ചെയ്തു. ഒരാൾ പോലും കൃത്യമായിട്ട് ഇത് കവർ ചെയ്യാൻ നോക്കിയില്ലല്ലോ എന്നാണ്. ജസ്റ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യാന്ന് പറയുന്ന ഒരു 2 സൈഡ് വേർഷൻ ഉണ്ടല്ലോ. വേറെ ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ ഏത് കാര്യത്തിലും എവിടെ വേണമെങ്കിലും ക്രോസ് ചെയ്യാം. മേ ബി ഫെഫ്കയുടെ മെമ്പർഷിപ്പിന് വേണ്ടിയിട്ട് ഈ ഇഷ്യൂ തുടങ്ങിയ സമയത്ത് എനിക്ക് തോന്നുവാണെങ്കിലും ഒരു
4 ദിവസത്തിന് മുന്നേ പുള്ളി ആപ്ലിക്കേഷൻ കൊടുത്ത് കാണും, പുള്ളിയുടെ ഒരു സെറ്റപ്പ് വെച്ചിട്ട്. അതർവൈസ് ഐ ഡോണ്ട് നോ. പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ ഒരു 4-5 ചോദ്യങ്ങൾ ചോദിക്കാം. ബിക്കോസ് വേറെ പ്രത്യേകിച്ച് എനിക്ക് ഇപ്പോൾ കേസായിട്ട് കിടക്കുന്നതുകൊണ്ട് ഇതിൽ കൂടുതൽ സംസാരിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ബാക്കി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ഐ എം ഹോൾഡിങ് ഓൺ ടു ദ ഗ്രൗണ്ട്. ഞാൻ ഇയാളെ അടിച്ചിട്ടില്ല. ഞാൻ വേറെ നടനെക്കുറിച്ച് അയാളുടെ സിനിമയെക്കുറിച്ച് സംസാരിക്കാനുള്ള സ്പേസിൽ ഉണ്ടായിരുന്നില്ല. ടൊവിനോയെ കുറിച്ച് ഞാൻ അങ്ങനെയൊന്നും പറയില്ല, എനിക്കങ്ങനെ പറയേണ്ട ആവശ്യമില്ല. വളരെ അടുത്ത സുഹൃത്തുക്കളാണ് ഞങ്ങൾ. എല്ലാ സിനിമകളും വരുന്ന എല്ലാ സിനിമകളും പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ്. നിങ്ങളെല്ലാവരും ഈ ഓരോ പോസ്റ്റേഴ്സൊക്കെ അയച്ചു തരുമ്പോൾ ഞാൻ അഭിനയിക്കാത്ത സിനിമകൾ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. ഞാൻ തമിഴിൽ നിന്ന് വരുന്ന എൻ്റെ സുഹൃത്തുക്കളുടെ സിനിമ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ സിനിമകൾ എൻ്റെ ഫ്രണ്ട്സ് പ്രൊമോട്ട് ചെയ്യും. ഞാൻ അങ്ങോട്ട് ചോദിക്കാറില്ല, പക്ഷേ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഇൻഡസ്ട്രി വളരെ സ്മൂത്തായിട്ട് പോകുന്ന സമയത്ത് സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ഇത്രയും മോശപ്പെട്ട രീതിയിൽ ഞാനിതിനെ വളരെ തേർഡ് റേറ്റ് PR സോ കോൾഡ് PR അല്ലേ, ഇത് ഭയങ്കര പേഴ്സണൽ വെഞ്ചൻസ്. ഞാൻ നിങ്ങളെല്ലാവരും അതിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഒരു വ്യക്തിയുടേതാണ്. ഞാനിതിലിപ്പോഴും പറയണം, എന്നെ സംബന്ധിച്ച് ഇതൊരു അടി കേസായിട്ട് എടുക്കാൻ പറ്റില്ല. അടിച്ചാൽ പിന്നെ ഇങ്ങനെയൊന്നും എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. ഇത് ഇറ്റ്സ് ലൈക്ക് ഇമോഷണൽ ട്രോമയായിട്ടാണ് ഞാനിത് കൊടുക്കാൻ പോകുന്നത്. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളൊന്നും പണ്ടുണ്ടായിരുന്നില്ല, ഇപ്പോഴും ഒട്ടുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഈ മലയാള സിനിമകൾ ചെയ്തുകൊണ്ട് പോകുന്ന ഒരാളാണ്. അതിലിപ്പോൾ ഭയങ്കരമായ ഒരു ഒന്നുമില്ല. എല്ലാവരെയും പോലെ സ്ട്രഗിൾ ചെയ്ത് വന്നു. ഞാൻ ഒരിക്കലും എൻ്റെ സ്ട്രഗിൾ സ്റ്റോറീസ് പറഞ്ഞിട്ട് സിമ്പതി മേടിക്കുന്ന ആളുമില്ല. ഏതെങ്കിലും പെർട്ടിക്കുലർ പോയിന്റിൽ കുറച്ചും കൂടി ഇമോഷണലായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ ജീവിതത്തിലെ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. അല്ലാതെ ഞാനിങ്ങനെ ഇരുന്ന് ഞാൻ അവിടുന്ന് ഗുജറാത്തിന് വണ്ടി കയറി വന്നു എന്ന് പറയുന്നത് എനിക്കിഷ്ടമല്ല. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പല സ്ട്രഗിൾസ് ഉണ്ടാവും. എൻ്റെ കുറച്ച് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ലൈഫാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിന്ന് സുഹൃത്തുക്കളില്ല. പറഞ്ഞു കേട്ടിട്ടുണ്ട് സിനിമകൾ അങ്ങനെ സുഹൃത്തുക്കൾ ഉണ്ടാവാറില്ല. എന്നെ സംബന്ധിച്ച് അത് സിനിമയിൽ നിന്ന് പോയ സുഹൃത്തല്ല, വ്യക്തി ജീവിതത്തിൽ നിന്ന് പോയ സുഹൃത്തുക്കളാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, ഈ ഇതിനെക്കുറിച്ച് ഇതാണ് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, ഞാൻ ഏതെങ്കിലും മാറ്റർ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിയിടാം, ഞാൻ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയാം. ഇത് ക്രോസ് ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് അമ്മ അസോസിയേഷനിൽ വിളിക്കാം, FEFCAയിൽ വിളിക്കാം. ഞാൻ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചോദ്യങ്ങളില്ലെങ്കിൽ വേണമെങ്കിൽ ഫോൺ കോൾ അറ്റൻഡ് ചെയ്തിട്ട് പോകാം. ബിക്കോസ് ഞാനിത് ആദ്യത്തെ അവസാനത്തെ ഇൻ്റർവ്യൂ ആയിട്ടാണ് കാണുന്നത് ഈ മാറ്ററിനെ കുറിച്ച്. ഇത് വളരെ സില്ലി ആയിട്ടാണ് ഞാൻ ഇതിനെ എടുക്കാൻ പോകുന്നത്. എന്നെ ഞാനാക്കി മാറ്റിയത് കേരളത്തിലെ സമൂഹത്തിലെ ജനങ്ങളാണ്. എൻ്റെ സിനിമകൾ വിജയിക്കുന്നതിൻ്റെ ഒറ്റ കാരണം സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ സിനിമ കണ്ട് കൈയടിച്ചുകൊണ്ട് മാത്രമാണ്. എനിക്ക് ലോബിയില്ല, എനിക്ക് ഗോഡ് ഫാദറില്ല, ഒന്നുമില്ല. ഞാൻ ഉണ്ണിമൂന്നൻ ഫിലിംസ് എന്ന ബാനറിൽ സിനിമ ഇറക്കുമ്പോൾ കഷ്ടപ്പെട്ട് പണിയെടുത്ത് സിനിമകൾ ഇറക്കുന്ന ഒരാളാണ്. നിങ്ങളിൽ ഒരുപാട് പേര് ഇവിടെ സിനിമയിൽ കയറാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് ഒരാൾക്കും എൻ്റെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ. ബിക്കോസ് ഇങ്ങനെയൊന്നുമല്ല നിങ്ങളുടെ എനർജി പോകേണ്ടത്. എൻ്റെ വ്യക്തി ജീവിതത്തിൽ തന്നെ എൻ്റെ ഒരുപാട് ടൈം ഈ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ സോൾവ് ചെയ്ത് ഒരുപാട് പോയിട്ടുണ്ട്. ഞാൻ എങ്ങനെയെങ്കിലും ഞാൻ കുറച്ച് അംബീഷ്യസ് ആണ്. എൻ്റെ വർക്കിംഗ് സ്റ്റൈൽ കുറച്ച് അഗ്രസീവാണ്. അഗ്രസീവ് എന്ന് പറഞ്ഞാൽ എൻ്റെ ദ വേ ഐ വർക്ക് ഈസ് അഗ്രസീവ്. ഞാൻ ആൾക്കാരോട് അഗ്രസീവ് അല്ല. എൻ്റെ കൂടെ ആളില്ല എന്ന് പറഞ്ഞു. അരുൺ, ഇത് അരുണാണ്. ഞാൻ ജസ്റ്റ് പറയാം, എത്ര വർഷമായി? കഴിഞ്ഞ 10 വർഷമായിട്ട് എൻ്റെ കൂടെ എൻ്റെ എല്ലാ സിനിമകളിലും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അരുൺ നായർ. അരുണിനെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ല, ബിക്കോസ് നിങ്ങളെ പോലെ പോപ്പുലറായിട്ട് ഇവിടെ എറണാകുളം ഭാഗത്ത് താമസമില്ലാത്തത് കൊണ്ട് നിങ്ങളുടെ വീഡിയോസിൽ മുഖം കാണിക്കുന്നില്ല. സോഷ്യൽ മീഡിയയിൽ വരാത്ത ആൾക്കാർ എൻ്റെ കുടുംബത്തിൻ്റെ ജീവിതത്തിൽ ഇല്ല എന്ന് പറയുന്നതിൽ തെറ്റാണ്. നിങ്ങളുടെ വീഡിയോസിൽ പെടുന്ന ആൾക്കാർ ഇവിടെ എറണാകുളത്ത് താമസിക്കുന്ന ആരാണെങ്കിലും വീഡിയോസിൽ പെടും. എൻ്റെ അച്ഛനമ്മ ഒറ്റപ്പാത എന്ന് വെച്ചാൽ അവർ വീഡിയോസിൽ വരാത്തതുകൊണ്ട് എനിക്ക് അച്ഛനും അമ്മ ഇല്ലാത്തതുകൊണ്ടാണോ? മനസ്സിലായോ? എറണാകുളം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതമല്ല. എറണാകുളത്തിൽ സിനിമകൾ നടക്കുന്നുണ്ട്, അതുകൊണ്ട് ചില പരിപാടികളിൽ ഇങ്ങോട്ട് ആവശ്യപ്പെടും. ഞാൻ വന്നോട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവരും ഭയങ്കര വെൽക്കമിങ് ആയിട്ട് എടുക്കുന്ന ആളാണ്. ഞാൻ വേറെ ഒന്നും മിസ്സാക്കിയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ചോദ്യങ്ങളാവാം. മറുപടി പറയേണ്ട ഒന്നും തോന്നുന്ന കാര്യങ്ങൾ ഉണ്ണി പറഞ്ഞതുണ്ട്. ഉണ്ണി എന്തിനാ അയാളുടെ സ്പേസിലേക്ക് പോകുന്നുള്ള ചോദ്യം. ഓക്കെ. 2, ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കാനാണല്ലോ പോയത്. ആ ചോദ്യം അല്ലെങ്കിൽ ആ ഒരു കാര്യം ഉണ്ണിയോട് ഒരാൾ പരാതി പറയുക, അതൊരു സ്ത്രീയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ സ്ത്രീയുടെ പരാതി ഇത്തരത്തിൽ മാനേജറെ പറ്റി ഒരു മോശം കാര്യം കിട്ടുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ട്, ഞാൻ മനസ്സിലാക്കി തോന്നുന്നു. എന്തുകൊണ്ട് ആ വിഷയം അങ്ങനെ റിപ്പോർട്ട് ചെയ്തില്ല? അല്ല, അമ്മയിലുണ്ടെന്ന് പറഞ്ഞില്ല. അതല്ല ഞാൻ പറഞ്ഞത്, സ്വന്തം മാനേജർ അല്ലെങ്കിൽ സ്വന്തം സിനിമകൾ PR ചെയ്യുന്ന വ്യക്തി, ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഒരു ഇന്റൻഷൻ പ്രശ്നം ഉണ്ടായി എന്ന് മനസ്സിലാക്കുന്നു. അത് ചോദിക്കാൻ വേണ്ടി ഉണ്ണി അയാളുടെ സ്പേസിലേക്ക് പോകുന്നതാണ് ഒന്നാമത്തെ പ്രശ്നം. 2, പ്രശ്നമല്ല, എന്റെ ചോദ്യം അങ്ങനെ എടുക്കണ്ട, ഞാൻ നിങ്ങൾ മറുപടി പറയേണ്ട ഉണ്ടെന്ന് തോന്നുന്നൊരു കാര്യമാണ്. 2, എന്തുകൊണ്ട് അക്കാര്യം ഒരു
ഒരു നിയമപരമായിട്ടുള്ള ഏജൻസി അല്ലെങ്കിൽ അവിടെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യില്ലെന്നതാണ്. ഓക്കെ, ഞാൻ എന്തുകൊണ്ട് അങ്ങോട്ട് പോയിന്ന് ദാറ്റ് ഈസ് ഞാൻ ആദ്യം വിളിച്ചത് എൻ്റെ സുഹൃത്ത്, ഡയറക്ടറായ ഒരു സുഹൃത്തിനാണ് വിളിച്ചത് അറിയിച്ചത്. ഞങ്ങൾ എല്ലാവരും കോമൺ ഫ്രണ്ട്സാണ്. ഞാൻ ആദ്യം പറയുന്നത് 2018 മുതൽ 2021 ഇടയിൽ ഈ ഒരു ബന്ധം ഒരു നോർമൽ പ്രൊഫഷണൽ റിലേഷൻഷിപ്പിൻ്റെ അപ്പുറത്ത് ഒരു സൗഹൃദത്തിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. ഒരു 3 വർഷം മുന്നേ തന്നെ ഞാൻ ഇയാളെക്കുറിച്ച് ഇതേ ഡയറക്ടർ സുഹൃത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു വർക്കിംഗ് പാറ്റേണിലല്ല ഈ കാര്യങ്ങൾ പോകുന്നത്. ഏകദേശം 2 മാസം 3 മാസം മുന്നേ തന്നെ ഞാൻ പുള്ളിയോട് പറഞ്ഞിരുന്നു ഇനി അങ്ങനെ ഒരു നിങ്ങളുടെ ജോലി സംബന്ധമായ തിരക്കിലേക്ക് പോയിക്കോളൂ, എൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ മാനേജ് ചെയ്തോളാം. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് മറ്റ് സിനിമാ ചർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ഞാനിതിൽ ഉൾപ്പെടുത്താൻ നോക്കുന്നില്ല. ഞാനിതിനെ വളരെ ഒരു പ്രൊഫഷണൽ, ഇപ്പോൾ സിനിമാ മേഖലയിൽ നടക്കുന്ന ഒരുപാട് സിനിമകൾ എന്ന് പറഞ്ഞാൽ ഇന്ന് അനൗൺസ് ചെയ്ത നാളെ സിനിമ സംഭവിക്കണമെന്നൊന്നുമില്ല. അതിൻ്റെ പ്രാക്ടിക്കാലിറ്റീസ് ഈ കഴിഞ്ഞ 15 വർഷത്തിലും അതിനെക്കാട്ടും കൂടുതൽ സിനിമയിലുള്ള ആൾക്കാർക്ക് അറിയാം. സിനിമ തിയേറ്ററിൽ ഇറങ്ങിയ സിനിമയാണ്, അതുവരെ സിനിമയില്ല. കറക്റ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇത് ഞാൻ എന്തുകൊണ്ട് അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞാൽ ഈ ഇഷ്യൂ അറിഞ്ഞത് ശേഷം ഇമ്മീഡിയറ്റ്ലി ഞാൻ അയാളെ വിളിക്കുന്നു, ഈ ഡയറക്ടറിനെ. എൻ്റെ സുഹൃത്തായ ഡയറക്ടർ നമ്മുടെ വിപിൻ കുമാറിനെ വിളിക്കുന്നു. ഇവർ തമ്മിൽ സംസാരം ഉണ്ടായി. തിരിച്ചെനിക്ക് ഡയറക്ടറിനെ കോൾ ചെയ്തു. ഹീ ഈസ് വെരി സോറി അബൌട്ട് ഇറ്റ്. പക്ഷെ ഞാൻ പറഞ്ഞു അത് വിപിൻ, നിങ്ങളോട് സോറി പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനിന്ന് വ്യക്തിയോട് പുള്ളി ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടിയിരിക്കുന്നു. ഇയാളുടെ സാന്നിധ്യത്തിൽ ഇയാളെ മീറ്റ് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ട്, ഒന്ന് ഈ പറഞ്ഞ ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ മേപ്പടിയാൻ്റെ കഥ എഴുതിയതും അങ്ങനെ ഷഫീഖിൻ്റെ സന്തോഷം ചെയ്തതും ഒക്കെ ഞങ്ങളുടെ ഒരു റൈറ്റിംഗ് സ്പേസ് ആയിട്ടാണ് കാണുന്നത്. അതൊരു പുള്ളിയുടെ ഫ്ലാറ്റും കൂടിയല്ല, അതൊരു റെൻറ്റഡ് ആണ്. റെൻറ്റഡ് എന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങളെല്ലാവരും കോമൺലി യൂസ് ചെയ്യുന്ന ഒരു ഫ്ലാറ്റ് ആയിട്ടാണ്, റൈറ്റിംഗ് സ്പേസിനൊക്കെ ആയിട്ട്. എനിക്ക് എൻ്റെ ആവശ്യത്തിനനുസരിച്ച് പോകാൻ കുറച്ചും കൂടി കംഫർട്ടബിൾ ഒരു ടൈം ആയതുകൊണ്ട് ഞാൻ അതിൽ കൂടെ വരുന്നുണ്ട്, നിങ്ങൾ താഴെ വരും. ഇതായിരുന്നു സിമ്പിൾ സംഭവം. ഈ വിഷു എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യേണ്ട ആൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിത് സംസാരിക്കുന്നു, വെരി നെക്സ്റ്റ് ഡേ ഇത് ന്യൂസ് ആവുന്നു. ഞാൻ കേൾക്കുന്നതും പുള്ളീനെ കാണുന്നതും അന്ന് ഉച്ചയ്ക്ക് സംസാരിക്കുന്നു, വൈകുന്നേരം ന്യൂസിൽ ടൊവിനോ മാറ്ററായിട്ട് ഇത് പുറത്തു വരുന്നു. രണ്ട് നടിമാരും പേര് പറഞ്ഞില്ല, രണ്ട് നടിമാരും ഔദ്യോഗികമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല, പരാതി കൊടുത്തു. അതെ, ഒരാൾ എനിക്ക് തോന്നുന്നു ഫെഫ്കയിലും ഒരാൾ അമ്മയിലും ഉണ്ട്. രണ്ട് വിഷയമാണ് ഞാനുമായിട്ട് ബന്ധം. രണ്ടാമത്തെ ഇഷ്യൂ വേറെയാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇറ്റ്സ് ഒരു സെയിം ഒഫൻസ് പോലെ. എനിക്ക് അറിയില്ല. അതിനുശേഷം ആ പരാതി ഉണ്ണിക്ക് മനസ്സിലാകുന്നത് ഇങ്ങനെ മോശമായ രീതിക്കാണ് ഇവരോട് സംസാരിച്ചത്. പിന്നെ ഉണ്ണി ഇദ്ദേഹത്തെ കൊണ്ടു കിടക്കും. ലാസ്റ്റ് എനിക്കൊന്ന് ഈ വിഷയം നടക്കുന്നത് കുറച്ച് ദിവസം മുമ്പ് സംശയ സിനിമയുടെ റിവ്യൂ കാണുന്നത് ഒരുമിച്ചാണ് വന്നത്. അല്ല, അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഇത് കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങൾ പറയണേ. ഈ പരാതി ഈ ഇടയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. ഒരു പരാതി ഈ ഇപ്പം അടുത്തായിട്ട്. മറ്റേത് ഞാൻ എൻ്റെ സുഹൃത്ത് ഫെഫ്കയിലൊക്കെ ജോയിൻ ചെയ്തതിന് ശേഷം ഞാൻ അറിയുന്നു ഇങ്ങനത്തെ ഒരു ഒഫീഷ്യലി പോയിട്ടുണ്ടെന്ന്. ഉണ്ട്. അവർ തമ്മിൽ വഴക്കുണ്ടെന്ന് അറിയായിരുന്നു. പക്ഷേ സ്റ്റേറ്റസ് ഞാൻ അന്വേഷിച്ചു, എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ പരാതി ഉണ്ട്. ഇത്രയും മോശപ്പെട്ട ആളെന്നല്ല, കേൾക്കുന്നുണ്ട്, പ്രൂഫില്ല. പ്രൂഫ് വന്നപ്പോൾ സംസാരിച്ചു. അപ്പോൾ പുള്ളി എനിക്ക് തോന്നുന്നു ഇതൊരു ഉൾക്കൊള്ളാൻ പറ്റാത്തതിൻ്റെ ഒരു ഫൈറ്റ് ബാക്ക് ആയിട്ട് ഞാൻ കാണുന്നത്. എൻ്റെ കയ്യിൽ ഒരുപാട് കാര്യം, അതായത് ഇപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയ തുറന്ന് നോക്കുവാണെങ്കിൽ ഇയാളെ എൻ്റെ അടുത്ത് കഥ പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ശ്രമിക്കുന്നു. ഈ പുള്ളി കാരണം എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒരു ലോഡ് കംപ്ലയിൻറ്റ്സ് ഉണ്ട്. ഇത് എൻ്റെ കയ്യിൽ പ്രൂഫൊന്നുമില്ല. ഇന്ന് ഞാൻ നോക്കുമ്പോൾ ശരിയാണ്, ഒരുപാട് പേര് കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ട്. പണ്ടും നമ്മളിപ്പോൾ എന്നെക്കുറിച്ചും പലരും പല കാര്യങ്ങൾ, ഇപ്പോൾ അവൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ പ്രൂഫുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വർത്തമാനമില്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ല 3 വർഷം മുന്നേ ഞാൻ ഈ പറയുന്ന ഡയറക്ടറിനോട് തന്നെ പറഞ്ഞിട്ട് നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല കാര്യങ്ങൾ പോകണമെന്ന്. പ്രൂഫില്ല. പ്രൂഫ് ഉണ്ടായപ്പോൾ ഞാൻ ജസ്റ്റ് എനിക്ക് ഇത്രയേ ഉള്ളൂ, ഒരു സുഹൃത്ത് എന്ന നിലയിൽ നിങ്ങൾ എന്തുകൊണ്ട് എന്നെക്കുറിച്ച് മോശം പറയുന്നു. അയാൾ ക്ഷമ ചോദിച്ചു കരഞ്ഞുകൊണ്ട്. അതിൽ അന്ന് ആ വീഡിയോയിൽ കാണുന്ന 3ാമത്തെ വ്യക്തിയുണ്ട്, പോലീസ് സ്റ്റേഷനിൽ പുള്ളി അത് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും ന്യൂസിലും വരുന്നില്ല, ഇതൊന്നും സോഷ്യൽ മീഡിയ ക്യാരിയും ചെയ്യുന്നില്ല. ഞാനിത് വെറുതെ ഞാൻ ഭയങ്കര മോശപ്പെട്ട രീതിയിൽ എൻ്റെ കോ ആക്ടേഴ്സിൻ്റെ ഗ്രോത്തിൽ അസൂയപ്പെടുന്ന ഒരാളായിട്ട് ഞാൻ എന്തിനു മാറണം? ഞാൻ 2 ദിവസം വെയിറ്റ് ചെയ്ത് ഇതൊക്കെ പറയുമെന്ന് വിചാരിച്ചിട്ടാണ്. പറയുന്നില്ലെങ്കിൽ എനിക്കും ഡിഫിക്കൽട്ടാണ്. ബിക്കോസ് എനിക്ക് തോന്നുന്നത് 2 ദിവസം കഴിഞ്ഞിട്ട് എന്തായാലും ഇതിൽ സിനിമ മേഖലയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് ഭയങ്കര മോശമാണ്. അസോസിയേഷനുകളുണ്ട്, ഇതിൽ സോൾവ് ചെയ്യാൻ ആൾക്കാരുണ്ട്. ഇതിൽ ക്രിമിനൽ ഒഫൻസ് ഒന്നും ഇല്ല എന്ന് തന്നെ വിശ്വസിക്കുന്നത്. ഒന്നും ഇല്ലാത്തതുകൊണ്ട് സംസാരിച്ച് തീർക്കേണ്ട കാര്യമായിട്ട് ഇത് വരും. ഇത് ഇവൻച്വലി ഇത് സോൾവ് ആവും. പക്ഷെ ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ വളർച്ചയിൽ അസൂയപ്പെട്ട ഒരാളായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് നിങ്ങൾ ക്ലിയർ ചെയ്യണം. അതാണ് ഇഷ്യൂ. എന്താണെന്ന് വെച്ചാൽ ഇതായിരുന്നു ഇഷ്യൂ. അത് ഇയാൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. എന്നെ സംബന്ധിച്ച്
ആരും വഴക്കുണ്ടാക്കുന്നില്ല. എൻ്റെ സുഹൃത്ത് എന്നെക്കുറിച്ച് മോശം പറഞ്ഞു, അതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അത് ഇയാൾ മാത്രമല്ല, ഈ ഇഷ്യൂ കൊണ്ട് എനിക്ക് ഉണ്ടായെന്ന് വെച്ചാൽ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. എല്ലാവരുടെ പേരും എനിക്കെതിരെ സംസാരിക്കുന്ന ആൾക്കാരും എനിക്ക് ഈ ഇപ്പോൾ നാളെ ഇതൊരു ഫാബ്രിക്കേറ്റഡ്, ഇപ്പോൾ നിങ്ങൾ ഒരു പോലീസ് ഓഫീസറിൻ്റെ വോയിസ് വിട്ടു, പക്ഷെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഷുവറായിരുന്നു ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ ഈ പോലീസ് ഓഫീസർ എങ്ങനെയാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് ഡൗട്ട് വന്നു. ഇപ്പോൾ ആ വീഡിയോ പുറത്താണ്, കോടതിയും അതിലൊന്നുമില്ലെന്ന് പറയുന്നു. അപ്പോൾ പിന്നെ ഇങ്ങനത്തെ ഫാബ്രിക്കേറ്റഡ് വീഡിയോസ് ഇനിയിപ്പോൾ AI വെച്ചിട്ട് ഞാൻ ഒരാളെ തെല്ലുന്ന വീഡിയോസൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാനത് ഫൈറ്റ് ചെയ്യേണ്ടിയിരിക്കും. ബട്ട് ഐ എം വെരി ഷുവർ ഞാൻ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് വളരെ ക്ലീൻ ആയിട്ട് പറയാം. നമ്മളൊക്കെ കണ്ടിരുന്നു. നമ്മൾ ആ വീഡിയോ ഒരു 5 സെക്കൻഡ് ആ വീഡിയോ പിന്നെ ആ മെയിൻ ചാനൽ ഡിലീറ്റ് ചെയ്ത് കളയുന്നു. അപ്പൊ എന്താണ് ഉണ്ണിയോട് അവർക്ക് ഒരു ദേഷ്യമാണോ കാണിക്കുന്നു, ഡിലീറ്റ് ചെയ്ത് കളയുന്നു? അവിടെ പോയി ചോദിക്കുന്നു. അല്ല അത് ചോദിച്ചാൽ നമ്മൾ ആ വീഡിയോ കണ്ടിട്ട് ഡിലീറ്റ് ചെയ്തു. അതാണ് കേട്ടില്ല മാം, സോറി. അല്ല, എൻ്റെ അടുത്ത് നമുക്കറിയില്ല ഏതൊക്കെ ഒഫൻസാണ് അവർ വെച്ചിരുന്നത്. ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഇൻഫർമേഷൻ കിട്ടാത്തത് കൊണ്ട് പിന്നെ ഒരു എന്താ പറയുക, ഡെഫിനറ്റ്ലി എൻ്റെ സേഫ്റ്റി ഞാൻ നോക്കണമല്ലോ. ഏതൊക്കെ വകുപ്പാണ് ഇപ്പോൾ എന്തൊക്കെയാണ്, ബിക്കോസ് ടോട്ടലി നടക്കാത്ത കാര്യമാണ് എഴുതി ചേർത്തുന്നത്. ഞാൻ എൻ്റെ പേടിയാണ് പറഞ്ഞത്. ബിക്കോസ് ഞാനിപ്പോൾ പറഞ്ഞത് എന്താ, മാഡത്തിന് കാര്യം മനസ്സിലായല്ലോ. ഇഷ്യൂ ഒരിക്കലും ഇയാൾ അടിക്കുന്നതില്ല, ഞാൻ തൊട്ടിട്ടില്ല. നിങ്ങൾക്ക് ഏത് വീഡിയോ കിട്ടിയാലും അതിൽ ഈ അടി ഉണ്ടാവില്ല, ബിക്കോസ് അങ്ങനെ സംഭവിച്ചിട്ടില്ല. സെക്കൻഡ്, ടൊവിനോയുടെ മാറ്റർ ഇതിൽ ഡിസ്കഷനിലേ ഉണ്ടായിരുന്നില്ല. ടോട്ടലി ഫാബ്രിക്കേറ്റഡ് ആയ കാര്യങ്ങൾ പറയുമ്പോൾ ലൈവായിട്ട് ആ വീഡിയോ കിട്ടുമ്പോൾ ഇയാൾ നടന്നു പോകുന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ പറയുന്നത് അങ്ങനത്തെ ഒരാൾ പിന്നെ എന്തൊക്കെ കേസാണ് എൻ്റെ മേൽ വെച്ചേക്കണത്, മീൻസ് ബെയിലബിൾ ആണോ നോൺ ബെയിലബിൾ ആണോ എന്നൊക്കെ നമുക്ക് അറിയാത്തതുകൊണ്ട് വി വർ ഓൾസോ വെരി കോഷ്യസ്. ആസ് ഇൻ എന്താണ് ചെയ്യുക, എന്നെയും അങ്ങനെ കൂട്ടുകാരില്ല എന്ന് പറഞ്ഞാലും കൂട്ടുകാരുണ്ട്. അതിന് പൂർണ്ണമായിട്ട് ഒരു അനാഥനായ വ്യക്തിയല്ല ഞാൻ. അല്ല, ഉണ്ണിക്ക് വളരെ ലിമിറ്റഡ് ഫ്രണ്ട്സാ ഉള്ളതെന്ന് പറഞ്ഞു. 2018 മുതലുള്ള സുഹൃത്താണ് വിപിൻ എന്ന് പറഞ്ഞു. 7 വർഷമായിട്ടുള്ള സൗഹൃദമാണ്. ഒരു ഘട്ടത്തിൽ ഉണ്ണിക്കെതിരെ ഒരു നടിമാരോട് നിരന്തരം പരാതി പറയുന്നു, അത് ഉണ്ണിയെ അറിയിക്കുന്നു, നടിമാർ പരാതിയായി പറയുന്നു. അങ്ങനെ പറയാൻ വിപിന് ഉണ്ണിയോട് എന്താണ് ഇത്ര പാകം? ഭയങ്കര സ്പൈസി ചോദ്യമാണ്, പക്ഷെ എനിക്ക് തീർച്ചയായിട്ടും അറിയില്ല. എനിക്ക് ഒരുപാട് പേര് സംശയമുണ്ട്. ഒരുപാട് പേര് എൻ്റെ സുഹൃത്തുക്കളായിട്ട് എൻ്റെ കൂടെ നിന്നായിരുന്നു. അതിൽ പച്ചയ്ക്ക് പല ആൾക്കാർക്കും ഈ വിഷയം, ടോവിനോയുടെ വിഷയം ഫേക്ക് ആണെന്ന് ചോദിച്ചവർ അതേന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മുഖത്ത് നോക്കി അതേന്ന് പറഞ്ഞവരുടെ പേര് ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ബിക്കോസ് ഞാൻ ഒരു ഘട്ടത്തിൽ അവരെ സുഹൃത്തുക്കളായിട്ട് കണ്ട ആളായതുകൊണ്ട് ഞാൻ പേരുകൾ എടുത്തിട്ട് ഏതൊരു മസാല സ്റ്റോറിയൊക്കെ ആക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവർ എൻ്റെ ശത്രുക്കളാണെന്ന് എന്നോട് മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ പിന്നെ അത് അങ്ങനെ എടുക്കാം. പക്ഷേ സത്യം ഇതാണ്. അതേപോലെ തന്നെ ഞാൻ ഈ അഗെയിൻ റിപ്പീറ്റ് ചെയ്യുന്നു, അടി ഒരു വിഷയമാണെങ്കിൽ അടിച്ചിട്ടില്ല. ഇനി ഒരു പ്രോമിനന്റ് ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള ടോപ്പ് ചോദ്യങ്ങൾ വന്ന് പറഞ്ഞു. ഒത്തിരിയധികം സിനിമകൾ തടഞ്ഞ്, അതായത് 5 വർഷത്തേക്ക് ഡേറ്റില്ല എന്ന് പറഞ്ഞ് തടഞ്ഞെന്ന് പറയും. ഇതിനെതിരായിട്ട്, അതായത് നിലവിലെ ഒരു ആർട്ടിസ്റ്റിന് മാനേജർ വഴി അല്ലാതെ ഒരു രീതിയിൽ കഥ പറയാനുള്ള രീതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ചിന്താഗതി? ഒഫീഷ്യൽ ഇമെയിൽ IDs ഉണ്ട്, വെബ്സൈറ്റുകളുണ്ട്, എല്ലാം ഉണ്ട്. ഇത് പല സോഴ്സസ് യൂസ് ചെയ്തിട്ടാണ് ആൾക്കാർ മീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഞാൻ അതൊന്നും തള്ളി പറയുന്നില്ല. ഇത്രയും ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ഞാനും ഇത് സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ ഷെയർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ മനസ്സിലാക്കി, ഓക്കെ ദാറ്റ് ഈസ് ജെന്യുവൻലി ഇത്രയും സംഭവിക്കുന്നത്. പിന്നെ ഒരു പരിധിവരെ ഞാൻ ഇവരെ കോൺടാക്ട് ചെയ്താൽ ശ്രമിച്ചിരുന്നു, നിങ്ങൾ കണ്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എപ്പോഴും വിശ്വസിച്ചത് ഓക്കെ ഒരുപാട് ആൾക്കാർ മീറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ബട്ട് നമുക്ക് എല്ലാവരെയും ഒരേ സമയത്ത് മീറ്റ് ചെയ്യാനും മാനേജ് ചെയ്യാനും അല്ലെങ്കിൽ ഇവർ പറയുന്ന അതേ സമയത്ത് എത്തിപ്പെടാനൊന്നും എനിക്കും പറ്റാണ്ട് പോയിട്ടുണ്ട്. അപ്പം ഞാൻ കംപ്ലീറ്റ്ലി ആ കാര്യത്തിൽ അങ്ങനെ ഇഷ്യൂ ആക്കിയിട്ടുണ്ട്. ഇത് സാധാരണ എല്ലാ നടന്മാരുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യമാണ്. വളരെ സന്തോഷകരമായ കാര്യങ്ങളാണ് ഇതൊക്കെ. ഒരു തിരക്ക് വരിക എന്ന് പറഞ്ഞാൽ നല്ലതാണ്. ഇതിനെ ചൊല്ലി നമ്മൾ ഒരിക്കലും തർക്കിക്കാൻ പോകുന്നില്ല. പക്ഷെ എന്നിലേക്ക് ആക്സസ് ചെയ്യാൻ ഞാൻ വളരെ ആക്സസിബിളായ ഒരാളാണ്. ഏറ്റവും സിമ്പിളായിട്ട് എനിക്ക് തോന്നുന്നത് ഏറ്റവും എളുപ്പത്തിൽ എന്നെ മീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇപ്പോൾ ഈ അടുത്തായിട്ട് സോഷ്യൽ മീഡിയയിൽ കുറേ ആൾക്കാർ എന്നെ മീറ്റ് ചെയ്യാൻ ശ്രമിച്ചു, അത് പറ്റിയില്ല. ഇയാളിൽ നിന്നുണ്ടായ ബാഡ് എക്സാമ്പിളായിട്ട് ഇട്ടപ്പോൾ ഞാനും അതിനെ എടുത്ത് പറഞ്ഞു. യെസ് ഉണ്ടാവും. പ്രാഥമികമായിട്ട് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ പോലീസ് ഒരു ബെയിൽ കിട്ടുന്ന കുറ്റം മാത്രമാണ്. വലിയ ഉണ്ണി അതിൽ തല്ലിയിട്ടില്ല, അല്ലെങ്കിൽ ഉണ്ണിക്ക് അതിൽ പ്രത്യക്ഷത്തിൽ ഈ പരാതിയിൽ പറഞ്ഞ പല കാര്യങ്ങളും കള്ളമാണെന്ന് പോലീസ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയ ഒരു കേസായിരുന്നു. ആ കേസിൽ തന്നെ
അങ്ങനെ പോലീസിന്റെ ഒരു അന്വേഷണം ഉണ്ടാകുകയും പോലീസ് ഇന്ന് കോടതിയിൽ അത് പറയുകയും ചെയ്തു. അതായത് ജാമ്യം ലഭിക്കാവുന്ന കുറ്റം മാത്രമാണ്, സ്റ്റേഷൻ ജാമ്യം കൊടുക്കാവുന്ന കുറ്റമാണ് എന്ന് പോലീസ് കോടതി അറിയിക്കുകയും ചെയ്തു. അങ്ങനെ വന്ന ഒരു കേസിനെ എന്തോ കൊലപാതക കുറ്റം പോലെ ആക്കി ചില ഓൺലൈൻ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കാനും ചില തെറ്റായ കാര്യങ്ങൾ പറയാനും ബോധപൂർവ്വം ശ്രമം നടത്തിയെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നിയിട്ടുണ്ട്. ബിക്കോസ് ഞാൻ ഈ പോലീസ് ഓഫീസറിൻ്റെ വോയിസ് കേട്ട് ഞാനും പേടിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് എല്ലാവരും പേടിച്ചു, ഇത് വേറൊരു വീഡിയോ ഉണ്ടെന്ന്. അപ്പോൾ ഞാനതാ പറഞ്ഞു, ബി വെരി കെയർഫുൾ. എനിക്ക് അറിയില്ല ഇങ്ങനത്തെ വോയിസ് ഒക്കെ പുറത്ത് വിടാൻ പറ്റും, ഇത് ഇല്ലീഗൽ അല്ലേ. ഞാൻ പോലീസ് ഓഫീസറെ വിളിച്ച് എനിക്ക് അന്വേഷണത്തിന് പോകാൻ വേണ്ടി വിളിച്ചിരുന്നു. അതിന്റെ തലേദിവസം ഉണ്ണിനെ ഞാൻ വിളിച്ചിരുന്നു. ഉണ്ണി ഫോൺ എടുത്തില്ല. ഇത് ഉണ്ണി ഫേസ്ബുക്കിൽ കുറിച്ചപ്പോൾ തന്നെ ഞാൻ വിളിച്ചു. ഇങ്ങനെ വോയിസ് ലീക്ക് ചെയ്യുന്ന നോക്കിയാണോ? ലീഗലാണ്. കുഴപ്പമില്ല. എന്നാൽ അതേ ഓഫീസറായിരിക്കും ഇതും പറഞ്ഞിട്ടുണ്ടാവുക. സോ യു ബി വെരി കെയർഫുൾ നെക്സ്റ്റ് ടൈം. നിങ്ങളിങ്ങനെ ന്യൂസ് വിടുമ്പോൾ നിങ്ങളെ കുറിച്ചായിരിക്കും പുള്ളി പറയണ്ടാവുക. പോലീസ് കോടതിയിൽ തന്നെ എന്ന് പറഞ്ഞതിൽ നിന്ന് തന്നെ ഉണ്ണി നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. അതായത് ഒരാളെ തല്ലിയിട്ടില്ല, അല്ലെങ്കിൽ ബെയിൽ കിട്ടാം. തല്ലി കഴിഞ്ഞാൽ നോൺ ബെയിലോടാകുന്ന കേസാണ്. മുറിവുണ്ടെങ്കിൽ അത് നോൺ ബെയിലോടാണ്. അപ്പൊ അത്തരം കേസുകളിൽ ഇപ്പോൾ ഉണ്ണി പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഈ ചില ഓഡിയോ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ വീഡിയോ ഉണ്ടാകുന്നു, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞാൽ AI ക്രിയേറ്റഡ് ഒക്കെ ആണെങ്കിൽ ഉണ്ണി അതിൽ സംശയം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഉദ്യോഗസ്ഥനെ കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് പോലീസിനെ സമീപിക്കുകയോ അല്ലെങ്കിൽ DGP കൊടുത്ത പരാതിയിൽ അക്കാര്യം ഉന്നയിക്കുകയോ എല്ലാം ചെയ്യും. ഞാൻ എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ AI വെച്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇവിടെ ആർക്കും ഇല്ല. നമ്മളും AI-യുടെ ഇതറിയാം. അപ്പോൾ അത്രയുള്ള കപ്പാസിറ്റി ഒന്നുമില്ല. ഞാൻ എന്നെ ഒരു ഫ്ലോയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ഐ ഡോണ്ട് തിങ്ക് ശരീരത്തിൽ പിടിവലി നടന്നതിന്റെയൊക്കെ പാടുണ്ടാവും കയ്യിലൊക്കെ. അപ്പൊ കയ്യിൽ പിടിച്ച് തിരിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? ഇല്ല, എൻ്റെ ഓർമ്മയിലില്ല. ഇനി അവർ പേഴ്സണലി ഇരുന്ന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആയിരിക്കാം. ബിക്കോസ് ഞാൻ ഫോട്ടോസൊക്കെ കണ്ടു. വിപിൻ മാനേജർ അല്ല എന്ന് പറയുന്നത്, പക്ഷെ ഉണ്ണിയുടെ പല സിനിമകളുടെയും കഥകളൊക്കെ കേൾക്കാൻ വിപിനെ ചുമതലപ്പെടുത്തി അങ്ങനെ കുറച്ച് വിവരങ്ങൾ. ബ്രദർ, ഞാൻ അതാ പറയണേ, അറ്റ്ലീസ് എന്നെ മീറ്റ് ചെയ്യണമെങ്കിൽ പല സോഴ്സുകളുണ്ട്. ഇപ്പം എൻ്റെ അച്ഛൻ വരെ കഥ കേൾക്കുന്നുണ്ട്, എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ കേൾക്കുന്നുണ്ട്. എല്ലാം എൻ്റെ കരിയർ മുഴുവൻ അങ്ങനെ ആയിരുന്നില്ല. ഒരു ഘട്ടത്തിലാണ് ഒരു 2018 ശേഷം മേപ്പടിയാൻ സക്സസിന് ശേഷം മാറ്റങ്ങൾ വന്നിട്ട്. എല്ലാ നടന്മാർക്കും അങ്ങനെയാണ്. ഞാൻ തുടർച്ചയായിട്ട് ഇങ്ങനെ തിരക്കിൽ പോയ ആളൊന്നും ഉണ്ടായിരുന്നില്ല. ഇൻഡസ്ട്രിയിൽ ഒരുപാട് ആൾക്കാർ കഥ കേൾക്കും, സജസ്റ്റ് ചെയ്യും, ചിലർ നേരിട്ട് വരും. ഇങ്ങനെയൊക്കെയാണ് സിനിമ സംഭവിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ സിനിമ ജീവിതം അങ്ങനെയാണ്. എനിക്കറിയില്ല മറ്റു നടന്മാരുടെ ജീവിതത്തിൽ എങ്ങനെയാണെന്ന്. അപ്പോൾ ഒരാളെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ എപ്പോഴും പറഞ്ഞുതരാം. 2018 മുതൽ 21 വരെ നീണ്ടു നിൽക്കുന്ന ഈ സിനിമ മേപ്പടിയാൻ, അതുപോലെ ടൈമിലല്ല മറ്റ് സിനിമകൾ ഒരു 4 മാസം 5 മാസത്തിൽ റിലീസായി പോയിട്ടുണ്ട്. ഇത് കൊറോണ ടൈമിൽ വന്നു, ഒമിക്രോൺ സമയത്താണ് റിലീസായി പടം. അപ്പോൾ ഞങ്ങൾ 1 വർഷത്തോളം ഇത് പ്രൊമോട്ട് ചെയ്ത് ഇങ്ങനെ സിനിമയുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം ചെയ്യാം. എൻ്റെ മേപ്പടിയൻ എന്ന സിനിമ വന്നപ്പോൾ മാക്സിമം ആൾക്കാർ എഴുതിയത് ഇത് സംഘം ഫണ്ട് ചെയ്തൊരു സിനിമയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ആ പടം എൻ്റെ വീട് പണയം വെച്ചിട്ടാണ് ഞാനത് ചെയ്തത്. ഇത് ഞാൻ ഒരിക്കലും പറയാത്തതെന്ന് വെച്ചാൽ, സാധാരണ എന്നെ ഗൺ പോയിന്റിൽ വെച്ചിട്ടല്ല ആരും ഇവിടെ സിനിമ എടുക്കാൻ പറയുന്നത്. എൻ്റെ ആഗ്രഹമാണ്. ഞാൻ എൻ്റെ അച്ഛനോട് അമ്മോട് ചോദിച്ചു, ഞാൻ വീട് പണയം വെച്ചോട്ടെ എന്ന്. വെച്ചോളൂ എന്ന് പറഞ്ഞു. ഞാൻ ആ പൈസ കൊണ്ടിട്ടാണ് ഈ സിനിമ ഉണ്ടാക്കിയത്. സിനിമയിൽ ആകെ ഒരു പാസിങ് സേവാഭാരതിയുടെ ഒരു ആംബുലൻസ് പോയപ്പോൾ SDPIയുടെ ആംബുലൻസുള്ള എത്രയോ സിനിമകളുണ്ട്. ഞാൻ പറയാണ്, ജസ്റ്റ് എക്സാമ്പിൾ. ഞാൻ ഇനി സേവാഭാരതി SDPIയിലേക്ക് കൊണ്ടുപോകണ്ട, ഞാൻ പറഞ്ഞു വരികയാണ്. രണ്ടാമത്തെ അവിടെ ഷഫീഖിനെ സന്തോഷം ചെയ്തപ്പോൾ പിന്നെയും അവൻ എന്നാൽ പിന്നെ മുസ്ലിം ഫാമിലീസിനെ കയ്യിലെടുക്കാൻ സിനിമ എടുക്കാൻ. മാളികപ്പുറം ചെയ്യുമ്പോൾ നിങ്ങൾ പറയുന്നത് അവൻ അതെന്തായാലും മാളികപ്പുറം അഗ്രസീവ് പ്രൊമോഷനും പിന്നെ ഹിന്ദുത്വ അജണ്ട. പിന്നെ ജയഗണേഷ് വന്നപ്പോൾ പ്രോപ്പഗൻഡ സിനിമ. പിന്നെ മാർക്കോ വന്നപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വയലൻസ് മാർക്കോ കണ്ടതിന് ശേഷം. അതിന് മുന്നേ ഒന്നും ഉണ്ടായിട്ടില്ല ഇവിടെ. അല്ല, ഞാൻ ചോദിക്കുകയാണ്, ഞാൻ പറഞ്ഞു ഈ സിനിമകൾക്ക് USP ഇത് മാത്രമേ ഉള്ളൂ. കണക്ട് ചെയ്ത് ചോദിക്കട്ടെ. അപ്പോൾ അങ്ങനെയുള്ള കുറെ ഈ ആരോപണങ്ങൾ സോഷ്യൽ മീഡിയ ഇങ്ങനെയൊക്കെ ചർച്ച ചെയ്യുന്നു. അപ്പോൾ അതിലൊക്കെ ഉണ്ണിക്ക് വിഷമം ഉണ്ടായിരുന്നു? ഉണ്ണിക്ക് മാർക്ക് കഴിഞ്ഞു, പിന്നെ സിനിമകൾ വരാത്തതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ ആണെന്നൊക്കെ. മാം, ഞാൻ മേപ്പടിയാൻ തൊട്ട് എനിക്ക് വിഷമമുണ്ട് ഇങ്ങനെ നെഗറ്റീവ് വരുമ്പോൾ. അപ്പോൾ അതിന്റെ വിഷമമാണ് തന്നോട് തീർത്തതെന്നാണ് വിപിൻ പറയുന്നത്. ഇറ്റ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് സീരിയസ് തിങ്. ഞാൻ ഇന്ന് ഇത്രയും നേരം സംസാരിച്ച കാര്യങ്ങളൊന്നും കേട്ടിട്ടില്ല. നിങ്ങൾ വനിതയല്ലേ? ഒരു ഫീമെയിൽ സിനി ആർട്ടിസ്റ്റിനുണ്ടായ ഇഷ്യൂ ആണ് ഞാൻ സംസാരിക്കാൻ പോയത്. യു ഡോണ്ട് റാൻഡംലി നിങ്ങളിങ്ങനെ, ഞാൻ എൻ്റെ ഒരു ഈ കൂട്ടത്തിൽ എൻ്റെ വിഷമം പറഞ്ഞു. അല്ല, ഡെഫിനറ്റ്ലി വിഷമം. അല്ലല്ല, എൻ്റെ ഫ്രസ്ട്രേഷൻ ഒന്നുമില്ല. ഞാൻ എൻ്റെ സങ്കടം പറയാം. നിങ്ങളൊരു നടൻ എന്ന നിലയിൽ എൻ്റെ വേർഷൻ കൂടി നിങ്ങൾ എൻ്റെ വേർഷൻ കേൾക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പറയാണ്, ഒരു സിനിമ, അതായത് മേപ്പടിയാൻ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് സ്ക്രിപ്റ്റ്സ് ആയിരുന്നു. അതിനെക്കുറിച്ച് എത്ര ചർച്ചകൾ ഉണ്ടായെന്ന് എനിക്കറിയില്ല. ജയഗണേഷ് ഒരു നല്ല സിനിമയായിരുന്നു. ഞാൻ പറയുന്നത്
അതൊരു പ്രൊപ്പഗൻഡ, പേര് വെച്ച് പ്രൊപ്പഗൻഡ സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ട് ഉണ്ടായിട്ടില്ല എന്ന് പറയാം? എന്ന് വെച്ചാൽ എൻ്റെ സങ്കടത്തിൻ്റെ കാരണം ഇതാണെന്ന് ഇന്ന ആൾ പറഞ്ഞാൽ അത് എനിക്ക് ഇറ്റ്സ് നോട്ട് ഫെയർ. ഞാൻ പറയാണ്, ഈ ഇഷ്യൂ കംപ്ലീറ്റ്ലി ഡീവിയേറ്റ് ചെയ്ത് ട്രാക്ഷൻ മാറ്റി ഇതിൽ വേറെ നടൻ്റെ പേരിട്ടപ്പോൾ ഐ ബിലീവ് നിങ്ങളെല്ലാവരും എക്സൈറ്റഡ് ആയി. അതല്ല, അതിൽ എൻ്റെ സുഹൃത്തിന് ഒരു പങ്കുമില്ല. അവൻ്റെ സിനിമ സൂപ്പർ ഹിറ്റ് അടിക്കണം. എൻ്റെ മാർക്കോ സിനിമ ഹിറ്റായപ്പോൾ ഞാൻ അവൻ്റെ കൂടെയാണ് അന്ന് രാത്രി ഇരുന്നത്. ARM ഹിറ്റായപ്പോൾ ഞാനാണ് ആദ്യം വിളിച്ചത്. ഞങ്ങൾ പലപ്പോഴും പല സ്ഥലത്തും പബ്ലിക്കലി ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. സോ ഐ റിയലി ഡോണ്ട് തിങ്ക് ഇറ്റ് ഇസ് ദ റൈറ്റ് വേ. ഒട്ടും ഹെൽത്തി അല്ല. ഞങ്ങൾ അന്ന് തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് സ്റ്റിക്കർ ഇട്ട് കളിച്ചു മാത്രമാണ്. ടോവിനോയുമായിട്ട് ഇത്ര സൗഹൃദമാണെങ്കിൽ ടോവിനോ അതിലൊരു പരസ്യമായിട്ടൊരു ടോവിനോയുടെ ഭാഗം അല്ല, അവന് പറയേണ്ട ആവശ്യമില്ല. അത്രയും സില്ലിയ കാര്യം അത്. എനിക്കറിയില്ല ബോസ്, ഞാനിത് എൻ്റെ അഭിഭാഷകൻ പറയുന്ന പോലെയാണ് കാര്യങ്ങൾ ചെയ്യുക. എനിക്കിതിൻ്റെ പ്രാക്ടിക്കാലിറ്റി അറിയില്ല. ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കാം. നിങ്ങൾ അമ്മ എൻ്റെ FKയിൽ പോയി ചോദിക്കുക, ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട്. ആ ഇഷ്യൂവിൽ ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ എന്നിലേക്ക് വന്നപ്പോൾ ഞാനത് അന്വേഷിക്കാൻ പോയി. എനിക്ക് ഈ വ്യക്തിയുടെ വർക്കിംഗ് പാറ്റേൺ, ബിക്കോസ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോഴും എൻ്റെ വർക്കിലൊന്നും ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അയാളെ വേറെ ഒരു ഉദ്ദേശത്തോടെ കാണാനും പോയിട്ടില്ല. എൻ്റെ സുഹൃത്തിനോട് മാപ്പ് പറഞ്ഞപ്പോൾ ഞാൻ ആ മാപ്പ് എന്നോടും പറയണം. മാത്രമല്ല, ഞങ്ങളെല്ലാവരും വളരെ കോമൺ ഫ്രണ്ട്സാണ്. എന്ത് സാഹചര്യത്തിലാണ് നിങ്ങൾക്ക് എന്നോട് ഇങ്ങനെ ചെയ്യാൻ തോന്നിയെന്ന് പറഞ്ഞപ്പോൾ പുള്ളി കരഞ്ഞുകൊണ്ടാണ് മാപ്പ് പറഞ്ഞത്. ഈ വീഡിയോ ഒക്കെ കിട്ടണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആൾ ഞാനാണ്. ബിക്കോസ് അതിൽ കിട്ടല്ലോ. ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ആക്ച്വൽ വീഡിയോ പുറത്ത് വരാനാണ്. പുള്ളി ഡെഫിനറ്റ്ലി ഇപ്പം എൻ്റെ കൂടെ നിൽക്കുമ്പോൾ ചിലപ്പോൾ പേടിച്ച് കാണും. അതിൽ ശരി, ഞാൻ ഹീറ്റഡ് ആർഗ്യുമെൻറ്റ് തന്നെ ആയിരുന്നു. അത് സങ്കടത്തോടെ സംസാരിച്ചതാണ്. എന്തിന് ചെയ്തു എന്നാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നത്. അതിൽ ഓഡിയോ കിട്ടുന്ന വീഡിയോ ഉണ്ടെങ്കിൽ അതും കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് അതിൽ ഞാൻ പറയുന്നു, നിങ്ങളുടെ കപ്പാസിറ്റിയിൽ നിന്നിട്ട് നിങ്ങൾക്ക് CCTV ഫുട്ടേജ് വിത്ത് ഓഡിയോ കിട്ടുവാണെങ്കിൽ അത്രയും സന്തോഷം. ഐ എം റിക്വസ്റ്റിംഗ് ഫ്രം മൈ സൈഡ്. ഞാൻ വെറുതെ പറയില്ല. നിങ്ങൾക്ക് ഇനിയും ഭയങ്കരമായിട്ട് തോന്നലാണെങ്കിൽ ഈ വീഡിയോ കിട്ടിയതിന് ശേഷം അതിൽ ഉണ്ണിമുകുന്ദൻ വിപിൻ കുമാർ എന്ന് പറയുന്ന പാവപ്പെട്ടവനെ അടിച്ചെന്നുണ്ടെങ്കിൽ ഞാൻ മലയാള സിനിമയിൽ അഭിനയം നിർത്താം. സീരിയസ്ലി. ഇപ്പം ഇതിൻ്റെ മുകളിൽ എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾ ദയവ് ചെയ്ത് എപ്പോഴെങ്കിലും എന്നെക്കുറിച്ച് നിങ്ങൾ വാർത്തകൾ വരികയാണെങ്കിൽ ഒരു കൺസിഡറേഷൻ എനിക്ക് തരണം. എന്നെ ക്രിമിനലായിട്ട് നിങ്ങൾ ഡീൽ ചെയ്യരുത്. എല്ലാ വർഷം ഓരോ പുതിയ ഇഷ്യൂ ആയിട്ട് വന്നിട്ട് എനിക്കിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര പാടാണ്. അപ്പം ഞാനിവിടെ സിനിമ വന്നത് ഗുജറാത്തിൽ നിന്നായതുകൊണ്ട് പല രീതിയിലും കാര്യങ്ങൾ പോകുന്നുണ്ട്. എനിക്കിവിടെ വ്യക്തിപരമായിട്ട് ആരോടും പ്രശ്നമില്ല. ഞാൻ മര്യാദയ്ക്ക് സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ചില രീതികളുണ്ട്. അത് ഞാൻ കുറച്ച് സ്ട്രൈറ്റ് ഫോർവേഡാണ്. ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ഞാൻ ഭയങ്കര അഗ്രസീവായിട്ട് സംസാരിക്കുന്നുണ്ട്. അത് ഓരോരുത്തർക്ക് ഒരു രീതിയാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന രീതിയിൽ ഞാൻ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ശരിയല്ല. എൻ്റെ കൂടെ ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്തിട്ടുണ്ട്. ചിലർക്ക് സാധാരണഗതിയിൽ ചിലർക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടായി കാണും, ചിലർക്ക് മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായി കാണും. അത് സിനിമയിൽ അങ്ങനെ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനായിട്ട് സ്പെഷ്യലായിട്ട് ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. ഐ എം ജസ്റ്റ് സെയിങ് ദാറ്റ് ഇത് കുറച്ച് ഡേർട്ടി സ്പേസിൽ പോയത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കൂട്ടുകാരായതുകൊണ്ട് ഇതിൽ എൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്തിന് ഇത് ഒഴിവാക്കാമായിരുന്നു. അയാൾ അത് ചെയ്തില്ല. ഒരു ഘട്ടത്തിൽ പുള്ളിക്കും ചില സങ്കടങ്ങളുണ്ടാവും. എന്നാൽ പിന്നെ ഇരിക്കട്ടെ ഒരു പണി എന്ന് പുള്ളി വിചാരിച്ചു. അത് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. ആ പുള്ളിക്ക് എന്നോട് ഇപ്പോൾ വിരോധമാണ്. ഞാനത് സമ്മതിച്ചു. ഓക്കെ. അപ്പോൾ പിന്നെ ഇനി എനിക്ക് എൻ്റെ ന്യായം പിടിച്ചു നിൽക്കണം. അസോസിയേഷനിൽ പോയിട്ട് ഞാൻ 2-ാം തീയതിയാണ് എന്നെ വിളിച്ചത്. ഞാൻ പോയി സംസാരിക്കും. പോസിബിളി അവിടുന്ന് എന്താണ് അവർ പറഞ്ഞത്, ചിലപ്പോൾ ഇനി ഈ ഇഷ്യൂ മുന്നോട്ട് കൊണ്ടുപോകേണ്ടെന്ന് പറഞ്ഞാൽ അതങ്ങനെ, അല്ലെങ്കിൽ കോടതി പറയുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് കോടതിയിലുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ മാത്രമേ പറ്റൂ. ഈ ഇൻവെസ്റ്റിഗേഷൻ ഇതുവരെ ട്രുത്ത്ഫുള്ളി ഫോളോ ചെയ്ത എല്ലാ മാധ്യമങ്ങൾക്കും നന്ദി. പോലീസ് ഉദ്യോഗസ്ഥർക്കും കോടതിക്കും. മാത്രമല്ല, ഇതിപ്പോൾ എല്ലാം തീർന്നു എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞു സത്യമാണെന്നല്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ഡെഫിനറ്റ്ലി ഗോ ആൻഡ് എൻക്വയർ. ഇങ്ങനത്തെ കാര്യങ്ങൾ അവിടെ ഉണ്ട്. പേരുകളൊന്നും വെളിപ്പെടുത്താൻ പറ്റില്ല. അവർ അങ്ങനെ എന്നോട് ഇൻസ്ട്രക്ഷൻ പറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ നോട്ട് ഡൂയിങ് ഇറ്റ്. ബാക്കി അത് ലാസ്റ്റ് ചോദ്യം. അതായത് ഇതിനു മുമ്പ് മാർക്കോയുടെ പ്രശ്നം വന്നു കഴിഞ്ഞപ്പം നിങ്ങളുടെ PR ടീമുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് മാർക്കറ്റിംഗിന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഈ വിപിൻ കുമാറിനെ പറ്റി തന്നെ ഒരു മാർക്കറ്റിംഗ് ടീം ആരോപണം ഉന്നയിച്ചിരുന്നു. അത് എന്തെങ്കിലും സത്യമുണ്ടോ? ആ ഒരു കാര്യത്തിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ഉണ്ടായിരുന്നു. അവർ പുള്ളിക്ക് മാത്രം ഒരു ക്രെഡിറ്റ് വേണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇവർ തമ്മിൽ പരസ്പരം ഭയങ്കര ഇഷ്യൂ ഉണ്ടായി.
ഞാനൊരു കോംപ്രമൈസ് ടോക്കിൽ പോയിട്ട് അവസാനം ഞാനാണത് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൽ കൊണ്ടുവന്നത്. ബിക്കോസ് ഈ PR എന്ന് പറയുമ്പോൾ സിനിമകൾ വിജയിക്കുമ്പോൾ എല്ലാവർക്കും അതിലൊരു പങ്കാളിത്തം വേണം. പക്ഷെ പരാജയപ്പെടുന്ന സിനിമ ഞാൻ ആ PR ചെയ്തതെന്ന് ഇതുവരെ ഒരു PR കമ്പനിയും പറയുന്നത് കണ്ടിട്ടില്ല. ഒരു സിനിമ പരാജയപ്പെടുമ്പോൾ ഞങ്ങൾ PR ചെയ്ത പടം പരാജയപ്പെട്ടെന്ന് ഞാൻ അവകാശപ്പെടുന്ന ആരെയും കണ്ടിട്ടില്ല. ഒരു ഡയറക്ടർ അങ്ങനെ പറയില്ല, ഒരു നടനും അങ്ങനെ പറയില്ല. സോ വിജയങ്ങളിൽ എല്ലാവർക്കും കൂടുതൽ ക്രെഡിറ്റ് വേണമെന്ന് സ്വാഭാവികമാണ്. പക്ഷെ എനിക്ക് ഫെയർ ആയിട്ട് നിർത്തണമെന്നുണ്ടായിരുന്നു. അത് അങ്ങനെ തന്നെ സംഭവിച്ചു. അതിൻ്റെ സംബന്ധമായിട്ട് പുള്ളിക്ക് എന്നോട് ഒരു ദേഷ്യവും ഗ്രജൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ വളരെ പ്രൊഫഷണലി കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ആളാണ്. മാം ഇത് ഓൾമോസ്റ്റ് 3 years പോലെ. ഇറ്റ്സ് ലൈക്ക് ഒരു പ്രൂഫ് കയ്യിൽ വരുമ്പോഴാണ് സംസാരിക്കാൻ പറ്റുക. പ്രൂഫ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ ഫോണിൽ പ്രൂഫ് എന്നല്ല, ഈ പറയുന്ന ആൾ അവിടെ പോയി സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കൗണ്ടർ ചെക്ക് ചെയ്യാം, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോന്ന്. ചിലപ്പോൾ അവർ പേരുകളൊന്നും പറയില്ല, ബട്ട് എക്സിസ്റ്റിംഗ് കംപ്ലൈൻറ്റ് ഉണ്ടാവുമല്ലോ. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഭയങ്കര ഇമോഷണൽ. സോ ഐ തിങ്ക് ഇറ്റ്സ് ഫൈൻ അല്ലേ. താങ്ക് യു അല്ലേ. മലയാളത്തിലെ പല സിനിമകളും പാനിക്കൽ ലെവലിൽ അപ്രിസിയേഷൻ കിട്ടുന്നുണ്ടെങ്കിലും ദുൽഖർ സൽമാന് ശേഷം മലയാളത്തിൽ നിന്ന് ഉണ്ണിക്കാണ് നോർത്ത് സൈഡിൽ നിന്ന് ഒരു സെലിബ്രേഷൻ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന തരത്തിൽ അവിടെയുള്ള ആളുകൾ നോക്കിക്കാണും. അപ്പോൾ മാർക്കോയ്ക്ക് ശേഷം ഉണ്ണിയുടെ വളർച്ച തടയാനും അല്ലെങ്കിൽ തടയിടാൻ മലയാള സിനിമയിലുള്ളവർ തന്നെ ശ്രമിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. തടയിടാൻ ആൾക്കാരുണ്ട്, അതെനിക്ക് നല്ല ബോധ്യമുണ്ട്. എനിക്ക് അവരുടെ പേരും അഡ്രസ്സും ഉൾപ്പെടെ എനിക്കറിയാം. പക്ഷെ അത് ഞങ്ങൾ തമ്മിൽ ഡീൽ ചെയ്തതാണ്. സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇൻഡസ്ട്രി വളരണം, മലയാള സിനിമ മുന്നോട്ട് പോകണമെന്നുണ്ട്. പിന്നെ ആ കൂട്ടത്തിൽ എൻ്റെ ലൈഫ് ഇങ്ങനെയാണെങ്കിൽ അത് ഞാൻ സമ്മതിച്ചു, അത് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ സിനിമ മേഖലയിൽ നിന്ന് എല്ലാവർക്കും സക്സസ് കിട്ടട്ടെ, എല്ലാവരും നന്നായിട്ട് പറയും. ഇനിയും പുതിയ ഇപ്പോൾ മൂൺ വാക്ക് എന്ന് പറഞ്ഞ സിനിമ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അത് കാണണമെന്നുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഗംഭീര എന്ന് വെച്ചാൽ ഡാൻസും അതൊക്കെ ഇറ്റ് ഈസ് വെരി ഡിഫറെൻറ്റ് എന്നൊരു സിനിമ. സോ അതൊക്കെയാണ് ഞാൻ എപ്പോഴും തിയേറ്ററിൽ സിനിമ ഇഷ്ടപ്പെടുന്ന ആളാണ്. എനിക്ക് തിയേറ്ററിൽ ഒരു ഓളം കണ്ടിട്ട് ഞാൻ സിനിമയിൽ വന്ന ആളാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് സിനിമകൾ വിജയിക്കട്ടെ, അതിൽ ഒരു ഉണ്ണിമൂന്നന് അത്ര വലിയ അവ്യാജമായ ഘടകമൊന്നുമില്ല. ബട്ട് ഞാനിവിടെ ഉണ്ടല്ലോ, എനിക്കും എൻ്റെതായ സ്പേസ് ഉണ്ട്. ഞാനത് മുന്നോട്ട് സിനിമ ചെയ്തു പറഞ്ഞ പോലെ തുടരും. ഓക്കെ, ബൈ.